സർക്കാർ ഇപ്പോഴും പിണറായിയുടെ അതേ ശൈലിയിലാണ്. പ്രഖ്യാപനങ്ങൾ, ഉദ്ഘാടനങ്ങൾ. കഴിഞ്ഞ ദിവസം 50 ദിവസം വിസ്മയ ദിനങ്ങൾ ആഘോഷിക്കുന്നത് കണ്ടു വി ഡി സതീശൻ. മെഡിക്കൽ കോളേജിൽ കെ മുരളീധരൻ ഒരു പുതിയ വലിയ ബോർഡ് വെച്ചിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു. 50 വിസ്മയ ദിനങ്ങൾ. ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാത്ത ആൾക്കാരാണോ 50 വിസ്മയ ദിനങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ ഈ വിസ്മയ ദിനം ആഘോഷിച്ചതിൻ്റെ തലേ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കാണ്. ആ OP ബ്ലോക്കിലെ 3 നിലയിലും പോയിട്ട് ഒരു നിലയിൽ അവിടെ വെള്ളം കൊടുക്കാനുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളമില്ല. ബാക്കിയുള്ള 2 നിലയിൽ വലിയ ജാറ് വെച്ചിട്ടുണ്ട്, ജാറിൽ വെള്ളമില്ല. ജാറിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മെഡിക്കൽ കോളേജിൽ വരുന്ന പലതരം അസുഖങ്ങളുള്ള ആളുകൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണോ ഈ ശുദ്ധജലം കുടിക്കേണ്ടത്? അസുഖമില്ലാത്തവനും കൂടി അസുഖമാവുന്ന സാഹചര്യം, ആ സാഹചര്യമല്ലേ ഉണ്ടാവുക? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിഹാരമില്ല. ഞാൻ ചോദിച്ചു, ഈ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഏർപ്പാട് നോക്കുന്ന ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഇതിൽ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടോ? ഇല്ല. പക്ഷേ മന്ത്രിക്ക് വിസ്മയ ദിനം ആഘോഷിച്ചേ പറ്റൂ. 50 ദിവസത്തെ വിസ്മയം. കാരണം പിണറായി വിജയൻ നടത്തിയ ഒരു പാരമ്പര്യം, അത് തുടരുകയാണ് സതീശനും. പിണറായി വിജയൻ പാറ പൊട്ടിച്ച് ഈ നാട്ടിൽ അപകടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മുഖ്യമന്ത്രിയാണ്. മേപ്പാടിയിലെ കാര്യം നമ്മൾ കണ്ടതാ. ഈ രാജ്യത്ത് ഇതുവരെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് പാറ പൊട്ടിക്കാൻ പോയിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രി പാറ പൊട്ടിക്കാൻ പോയി, എന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ഇതാ പുതിയ വികസനത്തിൻ്റെ പുത്തൻ കുതിപ്പ് വരികയാണ്. അവസാനം എന്താ സംഭവിച്ച്? 7 പേർ അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. മേപ്പാടിയിലെ ദുരന്തം, ആ ദുരന്തമുണ്ടാക്കിയത് കഴിഞ്ഞ സർക്കാരാണ്. ആ സർക്കാരിൻ്റെ വികലമായിട്ടുള്ള നയങ്ങളാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അത് നിർത്തിവെച്ചോ? ഇല്ല. അപ്പോൾ സതീശൻ പിണറായിയുടെ ആ വഴി പിന്തുടർന്നുകൊണ്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഉദ്ഘാടനങ്ങളുടെ മാമാങ്കങ്ങളല്ല, പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്. ഞങ്ങൾ കുടിവെള്ളമാണ് ചോദിക്കുന്നത്, ബക്കാടിയല്ല. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് ബക്കാടി വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ബക്കാടിക്ക് വേണ്ടിയിട്ട് നികുതി കുറക്കാൻ, ബക്കാടിക്ക് വരാൻ വേണ്ടിയിട്ട് നിയമമുണ്ടാക്കാൻ, ബക്കാടിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ അതിനു വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നതിന് ശേഷം ഇനി മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കുടിവെള്ളത്തിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ബക്കാടിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ എത്ര നേരമാണ് ഈ ചർച്ച നടന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളമാണ് വേണ്ടത്. ആ കുടിവെള്ളം തരാൻ കഴിയുന്ന ജലസ്രോതസ്സുകളുടെ സ്ഥിതി എന്താ? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം തെറ്റിയാർ കാണാൻ പോയി. തോടേതാ ചളിയേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് തെറ്റിയാർ. കഴിഞ്ഞ MLA അദ്ദേഹം പറഞ്ഞത് തെറ്റിയാറിൽ തെളിനീരൊഴുക്കും, തെറ്റിയാറിൽ തെളിനീരൊഴുക്കും, തെളിനീരൊഴുകുന്ന നവകേരളം ഉണ്ടാവും. അവിടെ ഞാൻ ചെന്നപ്പോൾ ചളി ഏതാ, നദി ഏതാ, തോടേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതാണ് കഴക്കൂട്ടത്തെ സ്ഥിതി. അതുകൊണ്ട് ഈ സാഹചര്യം നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി സമ്മതിച്ചു. മന്ത്രി സമ്മതിച്ചതിന് ശേഷം ഇപ്പോൾ ദിവസം 10 ദിവസം കഴിഞ്ഞു. ഈ ഗാസിയാബാദിൽ നിന്ന് ടെക്നീഷ്യൻ വരുന്ന സാഹചര്യം ഒഴിവാക്കി. കാരണം അവിടുത്തെ ഇപ്പം മോണോ പമ്പാണ് വർക്ക് ചെയ്യുന്നത്. 2 പമ്പുകൾ, വെള്ളത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പ്. ആ പമ്പ് പ്രവർത്തനരഹിതമായിട്ട് വെള്ളിയാഴ്ച തുടങ്ങി, ഇന്ന് 4-ാം ദിവസമാണ്. അവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ്, ആഴ്ചയിൽ 2 ദിവസമാണ് പമ്പ് ചെയ്യുന്നത്. ഈ 2 ദിവസത്തെ പമ്പിങ്, ആദ്യത്തെ ദിവസം 24 മണിക്കൂറിൽ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മോണോ പമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ചൊവ്വാഴ്ചത്തെ പമ്പിങ് നാളെ തുടങ്ങുമ്പോൾ ഈ മോണോ പമ്പ് തകരാറിലായി എന്നിരിക്കട്ടെ, അടുത്ത ദിവസങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് കഴക്കൂട്ടത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കണം. ഈ ജല അതോറിറ്റിയിലുള്ള മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ണു തുറക്കണം. കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം, ദാഹജലം നൽകാനുള്ള നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ
ഞങ്ങളിന്നിപ്പോൾ കടക്കൂട്ടത്തു നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ സമരം ഇവിടെ ഇത്രയേ പോലീസുകാരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്രയും ആൾക്കാർ വന്നാൽ മതി എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത്രയും പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങളിത് പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കി ആൾക്കാരെയും കൂടി വിളിക്കേണ്ടി വരും. കുടിവെള്ളം കിട്ടാത്ത ആൾക്കാർ ധാരാളം പേരുണ്ട്. അവരെല്ലാവരെയും ഞങ്ങളിവിടെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സമരം ഇതൊരു സൂചന മാത്രം. ഇത് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ചുമതല നോക്കുന്ന ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കാൻ വേണ്ടി മാത്രമാണ് സമരം. അതുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധ സമരം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരമുണ്ടാകണം. ഈ പമ്പിൻ്റെ കേടുപാടുകൾ തീർത്ത് അടിയന്തരമായി അത് പ്രവർത്തനക്ഷമമാക്കണം.